നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ആവണിക്ക് ദേഷ്യം ഇരച്ചു കയറി. ഇപ്പോൾ കൂടി ഇവിടെ തൻ്റെ ഒപ്പം നിന്നവനാണ്. ശ്രീ ആന്റി വിളിക്കുന്നതിന് മുമ്പ് തന്നെ വേഗത്തിൽ അവിടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ തടയാനുള്ള അവകാശം തനിക്ക് കിട്ടിയില്ലല്ലോ. കീർത്തനയ്ക്ക് തലചുറ്റുന്ന പോലെ തോന്നി. നീലാംബരി ബോധം കെടുന്നതിന് മുമ്പ് എന്തുകൊണ്ട് തനിക്ക് ഈ ഐഡിയ തോന്നിയില്ല? അവള് പഠിച്ച കള്ളിയാ. ഇതൊക്കെ അവളുടെ അടവാ. ആൾക്കൂട്ടത്തിൽ അറ്റൻഷൻ പിടിച്ചു പറ്റാനുള്ള അവളുടെ പട്ടിക്കാട്ടിലെ സംസ്കാരം. ജാൻ അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു. ഒരു പൂവിനെ കയ്യിൽ പിടിക്കുന്ന ലാഘവത്തിൽ അവൻ റെസ്റ്റ് റൂമിലേക്ക് നടന്നു. അവന്റെ നനഞ്ഞ വസ്ത്രത്തിൽ നിന്നും നേരിയ തണുപ്പ് അവളുടെ നഗ്നമായ കൈകളിലൂടെ അരിച്ചിറങ്ങി. ഒരു വേള അവൻ എന്തോ പറയാനായി ശ്രമിച്ചു. ജാൻ സർ, ഞാൻ നടന്നോളാം, എന്നെ താഴെ ഇറക്കാമോ സർ? എവിടെ? അവിടെ ഒരു മൈൻഡും ഇല്ല. എടുത്തുയർത്തിയ സമയമൊന്നും നോക്കിയെന്നല്ലാതെ പിന്നെ അവിടെ നോക്കുകൂടി ചെയ്യാതെ റെസ്റ്റ് റൂമിലേക്ക് കയറി കട്ടിലിനടുത്തേക്ക് നടന്നവൻ. അപ്പോഴേക്കും സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. അവർ ആ കോൾ എടുത്ത് ഹാളിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. കിരൺ, വീട്ടിൽ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് കാവ്യ കിരണിന്റെ കൈ തട്ടി മാറ്റി. അപ്പോഴേക്ക് അവർ മുകളിലെ ശ്രീയുടെ റൂമിൽ എത്തിയിരുന്നു. ഇനി പറ, നിനക്കും ശ്രീയമ്മ എങ്ങനെ അറിയാം? ഇത് ചോദിക്കാനാണോ ഇത്രയും പേരുടെ ഇടയിൽ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? അവിടെ വെച്ച് ചോദിക്കായിരുന്നല്ലോ. അവർക്ക് എന്ത് കരുതി കാണും? അയ്യോ, അത് ശരിയാണല്ലോ. ഞാനെന്ത് ഈ സംശയം അവിടെ ചോദിക്കാത്തത്? കിരൺ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ആ, ഞാൻ ഓർത്തില്ല. പിന്നെ സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി. എന്തായാലും ഞാൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കാൻ വന്നല്ലേ. അപ്പൊ നീ അല്ല, നീ ആരുടെ ചോദ്യം ചെയ്യാൻ? ആദ്യം ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറ. അവളെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കുന്നു. ഞങ്ങളുടെ ശ്രീയമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പറ വേഗം പറ. സമാധാനത്തിന്റെ പാതയിൽ സംസാരിച്ചു തുടങ്ങിയ കിരൺ പിന്നെ ഒരു ആളിക്കത്തലായിരുന്നു. ഇതിപ്പോ പറയാൻ മാത്രം എന്താ ഉള്ളു? അത് നിങ്ങൾ രാത്രി ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞല്ലേ. അപ്പൊ നില നോക്കിയ ഡോക്ടറാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതിനിപ്പോ നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിച്ച്? പറയടാ. കാവ്യം അത്യാവശ്യം കലിപ്പായി. ശ്രീയമ്മ ന്യൂറോളജിസ്റ്റാ. നീലെന്തിനാ അമ്മ നോക്കുന്നത്? പറ, എന്റെ നിനക്കെന്താ പ്രശ്നം? അവൾക്കിനി വീഴ്ചയിൽ ഞരമ്പിന്. അയ്യോ! കിരണ്ട ആസ്ഥാനത്തുള്ള സംശയം കേട്ട് കാവ്യക്ക് ദേഷ്യം വന്നു. ആ മൂക്കിൽ നിന്ന് തലയിലേക്ക് വന്ന രണ്ട് ഞരമ്പില്ലേ, അത് ഇവൾക്കില്ല. ഞാൻ ഊരിയെടുത്തു. ഇങ്ങനൊരു പൊട്ടൻ. കാവ്യെ നോക്കി കിരൺ നാക്കടിച്ചു. അതുകൊണ്ട് കാവ്യൊന്ന് ചിരിച്ചു. എന്നിട്ട് അവനോടായി പറഞ്ഞു, എന്റെ കിരൺ, അവളെന്ന് കട്ടിലേയും തലയും കുത്തിയല്ലേ വീണ് ബോധം പോയത്. പിന്നെ അവിടെ കിടന്ന് പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ടായിരുന്നു. CT ബ്രെയിൻ റിപ്പോർട്ടൊക്കെ നോക്കിയത് ശ്രീപാർവതി മേഡം. അങ്ങനെയാ പരിചയം. പക്ഷെ നിനക്ക് ഡോക്ടറെ നേരത്തെ അറിയാം. അവിടെ ടീച്ചറമ്മയുടെ ഹസ്ബൻഡിനെ നോക്കുന്ന ഈ ഡോക്ടറാണ്. മേനോൻസ് ഹോസ്പിറ്റലിൽ ശ്രീപാർവതി ഡോക്ടർ എന്താണെന്ന് അറിഞ്ഞപ്പോൾ ജാനി ശിവനാസാനെ അറിയാമോന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പൊ ശ്രീയമ്മ എന്താ പറഞ്ഞ്? അല്ല, എന്നെ അറിയാമെന്ന് ഞങ്ങൾക്ക് ചോദിച്ചില്ലേ? ചോദിച്ചു. അല്ല, കിരൺ എന്താ വിളിച്ചേ? അമ്മയോ? കിരൺ, അപ്പൊ ശ്രീമേഡം നിന്റെ അമ്മയാണോ? ആദ്യം നീ നിന്റെ ശ്രീമേഡം എന്താ പറഞ്ഞെന്ന് പറ. കിരൺ ചുണ്ടും കൂർപ്പിച്ച് ജാസൂസി അമ്മ നിൽപ്പാണ്. അത് അറിയാമെന്നും ബന്ധുക്കളാണെന്നും പറഞ്ഞു. ശ്രീമേഡം നിന്റെ അമ്മയാണെങ്കിൽ പിന്നെ ശിവനാഥ് സാറിനെയും ജാൻഡി ആരാ? ശിവനാഥ് സാറിന്റെ ചെറിയൊരു ബന്ധുവാ, ഭാര്യ എന്നൊക്കെ പറയാം. ഷെൽഫ് തുറന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ടാണ് നിസ്സാരമായി പറഞ്ഞു. ഓ ആണല്ലേ? ഭാര്യ? യു മീൻ വൈഫ്? ഈ നാട്ടില് ഭാര്യ വൈഫ് എന്ന് തന്നെയാ പറയുന്നത്. എന്താ നിന്റെ നാട്ടില് ഭാര്യ ഹസ്ബൻഡ് എന്നാണ് പറയുന്നത്? അപ്പൊ ജാൻഡി? കാവ്യിക സംശയത്തിന്റെ പ്രവാഹമാണ്, കുത്തൊഴുക്കാണ്. ശിവങ്ങളുടെ ഭാര്യ ആകുമ്പോ ജാൻഡി ആരാ? അത് കാവ്യക്കറിയില്ലേ? അതോ നിന്റെ നാട്ടിൽ അതിന് ഇനി വേറെന്തെങ്കിലും ആണോ പറയുന്നത്? മകനാണോ? ആടിപ്പൊട്ടി, ഒരേ ഒരു മകൻ. ദൈവമേ, ട്വിസ്റ്റായി പോയല്ലോ. ശ്രീമയുടെ ആളുകളല്ലോ, ഞങ്ങളെ പറ്റിച്ചു. അപ്പൊ കിരൺ, നിന്റെ അമ്മയുടെ ഇവിടെ ഇല്ലേ? ആളെ കണ്ടില്ലല്ലോ. കിരൺ ആകെ വല്ലാതായി. എന്ത് പറയണമെന്നറിയാതെ അവനൊന്ന് പരിങ്ങി. നീ വന്നേ, നമുക്ക് ശ്രീയമ്മയിൽ കൊടുക്കാം, വാ. ജാരൊന്ന് കുരിഞ്ഞ് അവളെ കട്ടിൽ മേലെ കിടത്തി. ആ നിമിഷം തന്നെ അവന്റെ ടീഷർട്ടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഊർന്നു വീണ ചെയിനും ലോക്കറ്റും നീലാംബരിയുടെ മുഖത്തേക്ക് വീണ് ഉരസിക്കൊണ്ടിരുന്നു. അവന്റെ ചലനങ്ങൾക്കനുസരിച്ച് ഇഴഞ്ഞു നീങ്ങിയ ചെയിനിൽ തങ്ങി നിൽക്കുന്ന തണുപ്പ് അവളുടെ മുഖമാകെ പടർന്നു കയറി. ഒരു ഞെട്ടലോടെ അവൾ മുഖമുയർത്തി അവനെ നോക്കി. അപ്പോഴും അവളുടെ കൈ അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. ആ നിമിഷം രണ്ടുപേരുടെയും കണ്ണുകളൊന്ന് ഇടഞ്ഞു. അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ അവൻ അവളുടെ മുഖത്ത് കിടന്നു ഉരയുന്ന തന്റെ ചെയിൻ പതിയെ ടീഷർട്ടിനുള്ളിലേക്ക് ഇട്ടു. കഴുത്തിലായി പിടിമുറുക്കി അവളുടെ കൈകൾ അവനിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവൻ മെല്ലെ അവളുടെ കണ്ണിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. നില, അറിയോ? ഓക്കെ, എങ്ങനെയാ നിന്റെ ചുണ്ടൊക്കെ ഇങ്ങനെ? തന്റെ ചുണ്ടിലെ മുറിവിലേക്കും കണ്ണുകളിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടുള്ള അവന്റെ ചോദ്യം. ഒന്നും മിണ്ടാനാവാതെ അവൾ അങ്ങനെ തന്നെ നോക്കി കിടന്നുപോയി. വീണ്ടും അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്നും താഴേക്ക് ചലിച്ചു. വയറിന് മുകളിൽ ഉടുപ്പിലായി കാണുന്ന ചോരക്കറ. ഇവിടെ ഒത്തിരി മുറിഞ്ഞോ? പെയിനുണ്ടോ? അവന്റെ ശ്വാസം ഒരു വേള അവളുടെ മുഖത്ത് പതിയുന്ന പോലെ അവൾക്ക് തോന്നി. ഒപ്പം വിയർപ്പ് കൂടിക്കലർന്ന മത്തു പിടിപ്പിക്കുന്ന അവന്റെ സ്ഥിരം പെർഫ്യൂം സുഗന്ധവും അവളുടെ നാസികയിലേക്ക് അങ്ങനെ തുളച്ച് കയറി. അവന്റെ ദേഹത്തെ നനവ് അവളുടെ വസ്ത്രങ്ങളിൽ ഇതിനോടകം പടർന്നിരുന്നു. അവന്റെ ചോദ്യത്തിൽ നിന്നും കാതിലായി പതിയുന്ന അവന്റെ ഉറച്ച ശബ്ദത്തിൽ നിന്നും ആ നോട്ടത്തിൽ നിന്നുമെല്ലാം തനിക്കുണ്ടായ കിതപ്പ് മറച്ചു വെക്കാനെന്ന വണ്ണം ഒരു നിമിഷം ശ്വാസം പിടിച്ചു വെച്ചു അവൾ.
ഞാൻ ഇന്നുകൂടി ലീവാണ്. എമർജൻസി കേസ് എന്തെങ്കിലും എന്നെ വിളിക്കണം. ഓക്കെ, ഐ വിൽ കോൾ യു ലെറ്റർ. ഫോൺ കട്ടി സ്ത്രീ അകത്തേക്ക് കയറിയിരുന്നു. ജാൻമേൽ അവളിൽ നിന്ന് അകന്നു മാറിയിരുന്നു. നീലാംബരി ഒന്ന് എഴുന്നേൽക്കാനായി ശ്രമിച്ചു. വേണ്ട, എഴുന്നേൽക്കേണ്ട, മോൾ അവിടെ തന്നെ കിടന്നു. ഞാൻ ആ മുറിവ് നോക്കട്ടെ. അതും പറഞ്ഞ് സ്ത്രീ അവളുടെ ടോപ്പിന്റെ വയറിനോട് ചേർന്ന ഭാഗത്തേക്ക് പിടിച്ചു. പെട്ടെന്നില്ല കണ്ണുകൾ ഉയർത്തി ജാനിനെ നോക്കി സ്ത്രീയെ തടഞ്ഞു. ഉണ്ണിക്കുട്ടാ, സ്ത്രീ നീട്ടി വിളിച്ചു. ഷോർട്ട് ഒന്ന് ഉയർത്തി ഓക്കെ എന്ന അർത്ഥത്തിൽ 2 കൈ മുടത്തി കാണിച്ച് അവൻ റൂമിന് പുറത്തേക്ക് പോയി. സമയം 10 മണിയോടടുത്തു. അപ്പോഴും ചാറ്റൽ മഴ നേർത്ത കാറ്റിൽ പാറി പറന്നുകൊണ്ടിരുന്നു. ആരെയോ പ്രതീക്ഷിച്ച പോലെ അപ്പോഴും ഉമ്മറത്തുണ്ടായിരുന്നു ഭാർഗവൻ നായരും മകൻ ശശിധരൻ നായരും. മേലാറ്റൂർ മനയുടെ പടിപ്പുരക്ക് പുറത്ത് 3 ആഡംബര കാറുകൾ വന്നു നിന്നു. മുന്നിലെയും പിന്നിലെയും കാറുകളിൽ നിന്നും കാവ്യവസ്ത്രധാരികളായ പുരുഷന്മാർ പുറത്തേക്ക് ചാടിയിറങ്ങി. ഒരു കറുത്ത കാലം കൂടി 2ാമത്തെ വാഹനത്തിന്റെ കോർഡർ സീറ്റിനടുത്തേക്ക് ഒരാൾ തുറന്നു പിടിച്ചു. ഡോർ തുറന്നും മെതിയടി ധരിച്ച ഒരു കാൽ മണ്ണിൽ പതിഞ്ഞു. കിഴക്ക് നിന്നൊരു മിന്നൽ പിണറും ഒപ്പം തന്നെ ഒരു ഇടിമുഴക്കവും ആ നിമിഷം ഭൂമിയിലേക്ക് എവിടെയോ ചിന്നിച്ചിതറി. ആകാശത്തിൽ മഴ വകവെക്കാതെ ബലിക്കാക്കകൾ വട്ടമിട്ട് പറന്നു. മേൽമംഗലം അനിരുദ്ധൻ നമ്പൂതിരിപ്പാട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കറുത്ത ജുബയും മുണ്ടുമാണ് വേഷം. കഴുത്തിലും കൈകളിലുമായി പിണഞ്ഞടക്കുന്ന രുദ്രാക്ഷ കെട്ടുകൾ, നെറ്റിയിൽ ചുവന്ന ഗോപിക്കുറി. നേർക്ക് നേർ നിന്ന് നോക്കുന്നവൻ ഭയത്താൽ ഭസ്മമാകും വിധം അയാളുടെ കണ്ണുകളിൽ സ്ഥായിയായ ചുമപ്പുരാശി പടർന്നിരുന്നു. ചോര കൊണ്ട് കണ്ണെഴുതിയ പോലെ ഉയരമുള്ള കറുത്ത രൂപം അങ്ങനെ തലയെടുപ്പോടെ നിന്നു. അപ്പോഴേക്കും ശശിധരൻ നായർ വലിയൊരു കുടയുമായി അവിടേക്ക് ഓടിയെത്തിയിരുന്നു. അനിരുദ്ധൻ നമ്പൂതിരി ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. പടിപ്പുരക്കകത്തായി മുന്നിൽ കാണുന്ന കൂറ്റൻ മേലാറ്റൂർ മന. അതെ, അങ്ങനെ പറയാനാണ് തനിക്കിഷ്ടം. തികച്ചും ബ്രാഹ്മണർ മാത്രം വസിച്ചിരുന്ന വിശുദ്ധിയുടെ വാസസ്ഥലമായിരുന്നു പണ്ട് മേലാറ്റൂർ മന. തന്റെ പൂർവികരായിരുന്നു പൂജാകർമ്മങ്ങളൊക്കെയും ചെയ്തിരുന്നത്. തന്റെ മുതുമുത്തച്ഛന്മാരൊക്കെ ഇവിടുത്തെ സർപ്പക്കാവിലും പിതൃകൾക്കും നിത്യേന പൂജ ചെയ്തിരുന്നതായി കേൾവി കേട്ടിട്ടുണ്ട്. ഈ മനയിൽ തന്നെയാണ് അവർ വസിച്ചിരുന്നത്. പെൺ സൗന്ദര്യധാമങ്ങൾ പിറവിയെടുക്കാൻ പണ്ട് മുതലേ ഭാഗ്യം ലഭിച്ച മേലാറ്റൂർ മന. സുന്ദരിമാരായ ബ്രാഹ്മണപുത്രിമാരുടെ കന്യകാത്വം കവർന്നെടുക്കാൻ മാത്രം ജന്മം കൊണ്ട ഭാഗ്യം ചെന്ന തന്റെ മുത്തശ്ശന്മാർ. എന്തുകൊണ്ട് തനിക്കതിന് കഴിഞ്ഞില്ല? കഴിവുകേടല്ല, കുരുടിയായ സരോജിനി അന്തർജനത്തിന് ശേഷം തനിക്ക് മാത്രം അതിന് സാധിച്ചില്ല. ഭദ്ര, 107 വ്യത്യാസത്തിലാണ് അവൾ എൻ്റെ കയ്യിൽ നിന്നും തെന്നിമാറിപ്പോയത്. സ്വന്തം ശരീരം അവൾ വരുത്തന് വിരുന്ന് നൽകിയത്. പക്ഷേ ഒളിഞ്ഞും തെളിഞ്ഞും ഓരോ കൊല്ലവും താൻ നോക്കി ആസ്വദിച്ച ആ കിളുന്ത് ശരീരം അവളെ എനിക്ക് തന്നെ വേണം, ആ നീലാംബരിയെ. ഉമ്മറത്ത് എഴുന്നേറ്റ് നിന്ന് കൂനിക്കൂടി തങ്ങൾ നോക്കുന്ന ഭാർഗവൻ നായരെ വലിയമ്പൂരി പുച്ഛത്തോടെ നോക്കി. ഭാർഗവൻ നായർ. ജാതിയുടെ ചിത്തഭ്രമം മനസ്സിന് പിടികൂടിയ വലിയ തിരുമേനിക്ക് ആ വയസ്സിനോട് പോലും വെറുപ്പ് തോന്നി. കാരണം ബ്രാഹ്മണന്മാർ ഭരണം നടത്തിയ മനയുടെ അവകാശിയാവാൻ ഭാഗ്യം ലഭിച്ച വെറുമൊരു നായർ ഹിന്ദുമതത്തിലെ അന്യജാതിക്കാർ കാര്യസ്ഥന്മാരായി, പിന്നെ ഗൃഹനാഥനുമായി. കാഴ്ചയില്ലെങ്കിൽ അതിസുന്ദരിയായ സരോജിനി അന്തർജനം ഇയാളുടെ വേളിയായി. അതായിരുന്നല്ലോ ഈ കാര്യസ്ഥൻ നായരെ ഒറ്റയടിക്ക് കാരണവരാക്കിയതും പഴയ മേലാറ്റൂർ മന പിന്നീട് അങ്ങോട്ട് നായന്മാർ കയറിയിറങ്ങുന്ന തറവാടാക്കിയതും. വല്യമ്പൂരി എന്താ നോക്കുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനിരുദ്ധം വല്യമ്പൂരിയുടെ ചിന്തകൾ തച്ചുടച്ചുകൊണ്ട് ശശിധരന്റെ ആകുലതയേറിയ ചോദ്യം. എന്ത് പ്രശ്നം? എല്ലാ കൊല്ലവും ഇവിടെ വരുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾക്കപ്പുറം ഈ കൊല്ലം എന്ത് നടക്കാനാണ് ശശിധരൻ നായരെ? സംസാരത്തിൽ പോലും ജാതി പറഞ്ഞുള്ള കളിയാക്കൽ. കണ്ണില്ലാ കേട്ടില്ലെന്ന് അടിക്കാനേ കഴിയും. കാരണം മറ്റൊന്നുമല്ല, ഈ തറവാട്ടിൽ മറ്റാർക്കില്ലാത്ത അത്രയും ഭയമാണ് തനിക്ക് ഇയാള്. അതിക്രൂരമായ നരബലി നേരിൽ കണ്ട പോലൊരു ഭയം. വല്യമ്പൂരിയുടെ കൊലച്ചിരിക്ക് പുറമെ വെള്ളി വെളിച്ചം പരത്തുന്ന മിന്നലും ഇടിമുഴക്കവും. പിന്നെയൊന്നും ചോദിക്കാൻ ശശിധരന് തോന്നിയില്ല. കാറിനടുത്തുനിന്ന് അനിരുദ്ധം മുന്നോട്ടേക്ക് നടന്നു. ആചാരബാഹുക്കളായ പരിവാരങ്ങൾ പുറകിലായി നടന്നു. ഏറ്റവും ഒടുവിൽ ഇനി എന്താവും നടക്കുകയെന്നുള്ള ഭയവുമായി ശശിധരൻ നായരും ഉണ്ടായിരുന്നു. പടിപ്പുര കിടക്കാൻ വലതുകാൽ വെച്ചപ്പോഴേക്കും എപ്പോഴത്തെയും പോലെ വീശി അടിച്ചു ഒരു ഉഗ്രൻ കാറ്റ്. മഴയിൽ നനഞ്ഞു കുതിർന്ന കരിയിലകൾ പോലും ആ കാറ്റിൽ പറന്നുയർന്നു. അനിരുദ്ധന്റെ കഴുത്തിലായി ചുറ്റിക്കിടന്ന നീളമുള്ള കറുത്ത തോർത്തുമുണ്ട് കാറ്റിൽ ചുറ്റഴിഞ്ഞ് ദൂരേക്ക് പറന്നു. അയാളുടെ മുഖം ദേഷ്യത്താൽ വരിഞ്ഞു മുറുകി. എല്ലാ കൊല്ലത്തെയും പോലെ ആയിരുന്നില്ല. തന്റെ എതിർശക്തിക്ക് വീരമൽപ്പം കൂടിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ പെട്ടെന്നുണ്ടായ ഇരുള്, മുന്നിലേക്ക് നോക്കാൻ കൂടി കഴിയാത്തവണ്ണം വീശിയടിക്കുന്ന കാറ്റുമൊക്കെ അതിന്റെ തെളിവായിരുന്നു. ദൂരെയായി നീണ്ടുകിടക്കുന്ന തറവാടിന്റെ അടഞ്ഞ ഭാഗങ്ങൾ അയാളൊന്ന് നോക്കി. അതിനകത്ത് കാലാകാലങ്ങളായി ശ്വാസം മുട്ടി തളച്ചിടക്കപ്പെട്ട ആത്മാക്കളുടെ രോദനം അയാൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആസ്വദിച്ചു. മനസ്സിൽ നിറഞ്ഞ നിർവൃതി. ഓരോ നരബലിക്കു ശേഷവും തന്റെ പൂർവികർ മുതൽ താൻ വരെ നേടിയെടുത്ത ആ സിദ്ധി, രോഗപീഠയില്ലാത്ത അവസ്ഥ, ശാരീരിക വേദന എന്തെന്നറിയാത്ത ജീവിതം, സ്വയം സമാധിയാവുകയല്ലാതെ യമൻ വരെ തോറ്റു പിന്മാറുന്ന കുട്ടിച്ചാത്തന്റെ അനുഗ്രഹം. തന്റെ വരവ് പക്ഷികളും നായകളും വരെ അറിഞ്ഞിരിക്കുന്നു. കോമന്റെ മുകളിലും നായയുടെ ഊരിയിടലും ബലിക്കാക്കകളുടെ അലമുറയിടലും. കണ്ണുകൾ തുറന്ന ഒരു നിമിഷം താൻ ബലി നൽകിയവന്റെ ആത്മാവ് വാഴുന്ന മുറിയുടെ ജനാലയിലേക്ക് നിർവൃതിയോടെ നിന്ന് നോക്കി. ഒരു നിമിഷം ആ നോട്ടത്തിൽ തെല്ലൊരു അമ്പരപ്പുണ്ടായോ? അതെ,
ദൂരെയായി തുറന്ന ജനാലക്കുള്ളിലായി കൂറ്റിരട്ടിൽ പുക പോലൊരു മുഖം തന്നെ തുറിച്ച് നോക്കി നിൽക്കുന്നു. ഒരിക്കൽ കൂടി കണ്ണു ചിമ്മി തുറിച്ച് നോക്കി. ഇല്ല, ആ ജനൽ തുറന്നിട്ടില്ല, അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ താൻ കണ്ടത് അതെന്താണ്? ഏകാഗ്രമായ തന്റെ മനസ്സിന് എന്ത് മായാവലയമാണ് അങ്ങനെ ഒരു കാഴ്ച കാട്ടി തന്നത്? അനിരുദ്ധൻ മുകളിലേക്ക് കൈ ഉയർത്തി കൂടെയുള്ളവരിൽ നിന്നൊരു തുകൽ സഞ്ചി അയാളുടെ കൈകളിലേക്ക് കൊടുത്തു. അതിൽ നിന്നൊരു പിടി ചാരം വലത് കൈയിൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് മന്ത്രങ്ങൾ ഉരുവിട്ട ശേഷം ആ ചാരം കാറ്റിൽ പറത്തി. ദിക്കറിയാതെ വീശിയടിച്ച കാറ്റിൽ നിമിഷ നേരം കൊണ്ട് ചാരം അലിഞ്ഞു ചേർന്നു. ഞൊടിയിടയിൽ പ്രകൃതിയെ ശാന്തമാക്കിക്കൊണ്ട് ചാറ്റിൽ മഴ മാത്രം അവശേഷിച്ചു. ഒരു വിജയച്ചിരിയോടെ അയാൾ ഉമ്മറത്തേക്ക് കയറി. ശശിധരൻ അയാൾക്കായി ഇരിപ്പിടമൊരുക്കി. കാൽമേൽ കാൽ കയറ്റി അയാൾ അങ്ങനെ ഇരുന്നു. കുടിക്കാൻ മടിച്ച് ശശിധരൻ ചോദിച്ചെങ്കിലും അനിരുദ്ധ വലിയ തിരുമേനി കൈകൾ ഉയർത്തി തടഞ്ഞിരുന്നു. വേണ്ട, ഞാൻ ഉപവാസത്തിലാ. എന്റെ ഒപ്പം വന്നവർക്ക് ഭക്ഷണം കാലമാക്കുക. സമയാസമയം അവർക്കുള്ള കൊടുത്തില്ലെങ്കിൽ വിശപ്പ് മൂത്തായി ഇവിടെയുള്ളവർ അവരങ്ങ് ഭക്ഷിക്കും. അയാളുടെ അട്ടഹാസം വികൃതമായിരുന്നു. ഒരേ സമയം ഒന്നിൽ കൂടുതൽ പേർ ചിരിക്കും പോലെയൊക്കെ ശശിധരന് തോന്നി. ഭാർഗവൻ നായരെ, നിങ്ങൾക്ക് സുഖമാണോ? സരോജിനി അന്തർജൻ എന്തു പറയുന്നു? എന്റെ അച്ഛൻ അവസാന നാളുകളിൽ എന്നോട് അവരെ പറ്റി അന്വേഷിച്ചിരുന്നു. അപ്പോഴും അച്ഛന് നല്ല ഉശിരായിരുന്നു. പക്ഷേ സമയമാവുമ്പോൾ നമ്മൾ സമാധിയാവുക തന്നെ വേണം. എന്നാലല്ലേ പിൻതലമുറക്കാർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം കിട്ടുകയുള്ളൂ. അപ്പൊ പിന്നെ അച്ഛനെ അങ്ങ് സമാധിയാക്കി. അല്ല, അച്ഛനങ്ങ് സമാധിയായി. ഭാർഗവൻ നായർ ഒരു വിറയലോടെ ശശിധരനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അയാൾ മുഖം വെട്ടിച്ചു. കിളവൻ ചാകാതെ അങ്ങനെ ചാരുകസയിൽ ഞെളിഞ്ഞിരിക്കുക. എല്ലാ സൂത്തും കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്വന്തം തന്തയവരെ കൊന്നാണ് മുന്നിലിരിക്കുന്നത്. അല്ല, അയാളുടെ ഭാഷയിൽ സമാധിയാക്കിയത്രേ. ജീവനോട് കുഴിച്ചുമൂടി കാണും. ഞാനും പണ്ട് അത് ചെയ്യേണ്ടതായിരുന്നു. ശശിധരൻ മനസ്സിലായി ഓർത്തുപോയി. ഇവിടുത്തെ സ്ത്രീജനങ്ങളൊന്നും ഇവിടെ ഇല്ലേ? കാണുന്നില്ലല്ലോ. സരോജിനി, തുളസി, ഭദ്ര, പിന്നെ നീലാംബരി എവിടെ? പൂജ തുടങ്ങും മുമ്പൊന്ന് കാണട്ടെ. എല്ലാവരെയും വിളിക്ക്. പൂജക്കകത്ത് കയറിയാ പിന്നെ 3 ദിവസം പുറത്തിറങ്ങാൻ പാടില്ലെന്നാ. ചോദ്യത്തിൽ പോലും പ്രായഭേദമന്യ സ്ത്രീകളോടുള്ള ആർത്തി പ്രകടമായിരുന്നു. സരോജിനിക്ക് അവൾക്ക് നല്ല സുഖമില്ല, പ്രായത്തിന്റെയാ. ഭാർഗവൻ നായർ പെട്ടെന്ന് തന്നെ പറഞ്ഞൊപ്പിച്ചു. ആകും, സരോജിനിക്ക് പ്രായാവുമല്ലോ. എന്റെ അച്ഛന്റെ തരക്കാരിയായിരുന്നല്ലോ സരോജിനി. ബാക്കിയുള്ളവരൊക്കെയോ? തുളസിക്ക് അവരവരെ പോയതാ പച്ചക്കറിയൊക്കെ വാങ്ങാൻ. പിന്നെ ഭദ്ര അവളകത്തുണ്ട്. ഞാൻ വിളിക്കണോ അതോ വലിയമ്പൂര് അങ്ങോട്ട് പോയി? ശശിധര! ഭാർഗവൻ നായരുടെ ആ വിളിയിൽ തന്റെ മകനുള്ള ശാസന കലർന്നിരുന്നു. പള്ളിയരിച്ചുകൊണ്ട് അനിരുദ്ധനൊന്ന് ചിരിച്ചു. ഭദ്രക്ക് പനിയാണ്, 2 ദിവസമായി. അവള് മുറിയിൽ വിശ്രമിക്കുക. ശശിധര, തിരുമേനിക്ക് ഹോമം ചെയ്യാനുള്ള ഇടം കാട്ടിക്കൊടുക്കുക. തിരക്കുള്ള ആളല്ലേ. ആ വാതിലോർന്നാലല്ലേ വൃത്തിയാക്കലും മറ്റൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണ്ടേ? നീലാംബരി അവളെവിടെ? ഭാർഗവൻ നായരുടെ സംസാരം ചെവികൊള്ളാതെയുള്ള ചോദ്യം അനിരുദ്ധന് അപ്പോഴും അറിയേണ്ടിയിരുന്നത് ഇതൊക്കെ തന്നെയായിരുന്നു. ഇന്നത്തെ ഹോമം കഴിഞ്ഞാൽ വൈകിട്ടോടെ അടഞ്ഞ വാതിൽ തുറക്കപ്പെടും. 2 ദിവസത്തെ ശുദ്ധിയാക്കൽ, അത് കഴിഞ്ഞ് 3-ാം ദിവസത്തെ പിതൃപൂജയും ബന്ധന പൂജയും, അത് കഴിഞ്ഞാൽ നീലാംബരിയുമായിട്ടുള്ള തന്റെ ഉള്ളിലായി അയാൾ അലറിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എവിടെ നീലാംബരി? എവിടെ? ആർത്തിയോടെയുള്ള ചോദ്യം വീണ്ടും മുഴങ്ങിക്കേട്ടു. ശശിധരൻ നിന്ന് പരിങ്ങി. എന്തു പറയുമെന്നൊരു പിടിയുമില്ല. അവൾ ജോലിക്കായി തുറന്നു വിട്ടൊന്നും വല്യമ്പൂരിക്കാറില്ല. ഇന്ന് തന്നെ അവൾ അന്വേഷിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പൂജയുടെ അവസാനം എന്തായാലും അവൾ അദ്ദേഹത്തിന് കൊടുക്കണം. ചുരുങ്ങിയ ദിവസങ്ങളിൽ തനിക്ക് ചെയ്തു തീർക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനിടയിൽ എറണാകുളം വരെ പോവേണ്ടതുണ്ട്. ആ ഫോട്ടോ പിടുത്തക്കാർക്ക് നമ്മുടെ തറവാട് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കണം. മുകുന്ദനെ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി നിർത്തണം. അവനറിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാര്യങ്ങളും നടത്തില്ല. അതാണ് തന്റെ അവസാനത്തെ പ്രതീക്ഷ. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നിൽ വന്നു ചേരുന്ന ലക്ഷ്യങ്ങളാണ്. പൂജയേക്കാൾ തനിക്കിപ്പോൾ അതാണ് വലുത്. ദത്തൻ പറഞ്ഞ പോലെ അവരുമായി കരാർ ഉറപ്പിക്കാൻ വേണ്ടി എന്നും ചെയ്യാൻ താൻ തയ്യാറാണ്. ശശിധരന് ചെവികൾക്കില്ലാന്നുണ്ടോ? നീലാംബരി അവളെവിടെ? അതൊരലർച്ചയായിരുന്നു. വേദന കുറവുണ്ടോ? സ്ത്രീയുടെ അലിവാർന്ന ചോദ്യം. നില ചെറുവൻ ചിരിയോട് അതേ നടത്തിൽ തലയാട്ടി. മുറിയിൽ മരുന്ന് വെച്ച ശേഷം ഒരു പെയിൻ കില്ലർ ടാബ്ലറ്റ് കൂടി സ്ത്രീ കൊടുത്തിരുന്നു. അല്പസമയം കൊണ്ട് തന്നെ അവളുടെ വേദനയും മാറിയിരുന്നു. നിലയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. പക്ഷേ തന്നെ കാർ നിന്ന് വിശപ്പ് അവൾക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. ഷൂട്ട് തുടങ്ങിയോ? നില കാവ്യോട് ചോദിച്ചു. ഇല്ലടി, ആ നടി വന്നിട്ടില്ല. പിന്നെ ഫാഷൻ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ല. പാവം ലൂക്ക.
പുറത്തുനിന്ന് ജാൻ്റെ ചീത്ത മുഴുവൻ കേൾക്കുക. ആ കരിപ്പിന് കരിയേറാൻ വലിയ താമസമൊന്നും വേണ്ടല്ലോ കാവ്യ, ഇന്ന് ലൂക്കിയാവോ ഇര. നില ചുമ്മാങ്ങ് പറയുകയാണ്. ഇനി ഇവരെ വളരെ അനുവദിച്ചാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് കാവ്യക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിലയെ നോക്കി ബാക്കി പറയുന്ന പോലെ കാവ്യ കൈമുറ കാണിച്ചു. എന്താടി, എന്താ നീ പൊട്ടം കളിക്കുന്നേ? വായ തുറന്ന് പറയടി. ഓ, ജാൻ സാറിനെ കുറ്റം പറഞ്ഞിട്ടാണോ? അതിനെന്താ, ഇവിടെ ഇപ്പം ഞാനും നീയും പിന്നെ നമ്മുടെ സുന്ദരി ശ്രീ ഡോക്ടർ മാത്രമല്ലേ ഉള്ളൂ. ശ്രീ ഇതൊക്കെ കേട്ട് ചെറുപ്പുഞ്ചിരിയോടെ അങ്ങനെ ഇരുന്നു. കാവ്യ നല്ലപോലെ ചമ്മിയ ചിരി പാസ്സാക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ഈ മറുതയോട് ഞാനിനി എന്താ പറയാ? കാവ്യ സ്വയം പറഞ്ഞുപോയി. ബാക്കി പറഞ്ഞില്ല കുട്ടി. ശ്രീ കുസൃതിയോട് നീലാംബരി നോക്കി പറഞ്ഞു. എന്ത് പറയാൻ എന്റെ പൊന്നു ശ്രീകുട്ടി. ശ്രീകുട്ടിയോ? ശ്രീ അതിശയത്തോടെ നിലയെ നോക്കി. നീ ശ്രീകുട്ടിയായി ഡോക്ടർ കുട്ടി. ഓ, ഒന്നും പറയണ്ട. ആ ജാൻ സാറുണ്ടല്ലോ. അവളൊരു നിമിഷം ഒന്ന് നിർത്തി. അതെ, പൊന്തുവായതുകൊണ്ട് എന്നെ ഒറ്റിക്കൊടുക്കരുത് കേട്ടോ. ജാൻ സാറുണ്ടല്ലോ, പുള്ളി എന്ത് കലിപ്പാന്നറിയോ? ചിലപ്പോൾ എനിക്ക് അരച്ചു കറക്കി കുടിക്കാൻ തോന്നും. തനി ട്രാക്കുളയാ. എപ്പോഴും ഓഫീസിലെ CCTV വെക്കിയതിരിപ്പാ ജോലി. വേറൊരു പണിയില്ല, ചുമ്മാ ചാടയാ. നമ്മുടെ വായുന്നെന്തെങ്കിലും വീണാറുണ്ടല്ലോ, അതിൽ കയറി അങ്ങ് പിടിച്ചോളും. നില, നീ ദുഃഖിക്കും, നിർത്തിക്കോ. അതാ നിനക്ക് നല്ല. കാവ്യ പറയുന്നതായിട്ട് ശ്രീ ഉച്ചത്തിലൊന്ന് ചിരിച്ചു. ഒന്ന് പോടി, ഞാൻ പറയും അയാൾ ആരാന്ന്. പിന്നെണ്ടല്ലോ, ആ ഡാലിയും കീർത്തനയില്ലേ, രണ്ടിനും ഒരു എല്ല് കൂടുതലാ. ഒരു ദിവസം ഞാൻ ഒടിച്ചു മുടക്കും രണ്ടിനെ. ശ്രീ മേഡം, ഇവൾക്ക് വിശന്നിട്ടാ. വിശക്കുമ്പോ ഇവളല്ലാതെയാവും. കാവ്യ ചുമ്മാ ഓരോന്നങ്ങ് പറയുകയാണ്. മറ്റേ പരസ്യത്തിലേതുപോലെ അല്ലേ കാവ്യ? അതും പറഞ്ഞ ശ്രീ വീണ്ടും ചിരിച്ചു. പിന്നെണ്ടല്ലോ, ആ കലിപ്പന കീർത്തനോടൊരു പ്രത്യേക. നില വീണ്ടും എന്തോ പറയാനായി വായ തുറന്നു. പെട്ടെന്ന് ഒരു പെർഫ്യൂം സുഗന്ധം അവിടെ ആകെ പരന്നു. കുളിച്ച് ഫ്രഷായി റെഡ് കളർ ഹൈനെക്ക് ടീഷർട്ടും ബ്ലാക്ക് ജോഗറും ബ്ലാക്ക് ഷൂവും ധരിച്ച് വാതിൽ ചാരി നിൽക്കുകയാണ് ജാൻ. നിലയെ കൂർപ്പിച്ചു നോക്കി ഇരുപോക്കലും കൈയിട്ട് ഇടത് കവിളിൽ നാവിൻ തുമ്പാൽ പരതി നിൽക്കുന്നവനെ കണ്ടപ്പോൾ നിലക്ക് തൊണ്ട വരളുന്ന പോലെ തോന്നി. ആൾ പുരികമൊന്നുയർത്തി എരിവ് വലിച്ച് കുനിഞ്ഞിരുന്നു. മമ, ഡാഡ് വിളിക്കുന്നു, കമോഡ് മമ. ആ മമ്മ വിളി കേട്ടതും നിലയുടെ കണ്ണുകൾ പുറത്തേക്ക് ചാടി. ആ കണ്ണുകളോട് നില മുഖമുയർത്തി കാവ്യയെ നോക്കി. നിനക്കിത് കിട്ടണടി, കിട്ടണം എന്ന ഭാഗത്തിൽ നിൽക്കുകയാണ് കാവ്യ. ഞാൻ വരാൻ മോനു. നിലയെ നോക്കി ഒരു ആക്കിയ ചിരിയോടെ ശ്രീ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഒരിക്കൽ കൂടി അവളെ ഒന്ന് തുറിച്ചു നോക്കി പുറകെ ജാനും നടന്നു. എരിഞ്ഞടങ്ങിയ ഹോമകുണ്ടത്തിൽ നിന്ന് അപ്പോഴും പുകയിരുന്നുണ്ടായിരുന്നു. കയ്യിലെ തട്ടത്തിൽ പൂജിച്ച വലിയ ഇരുമ്പ് ചാവിക്കൊപ്പം സിന്ദൂരവും ഭസ്മവും കൂടിക്കലർന്നിരുന്നു. അയാളുടെ ചോരക്കണ്ണുകൾ ഇടനാഴി ആ വാതിലുമ്പിൽ തറഞ്ഞു നിന്നു. മന്ത്രചരടുകൾ കൊണ്ട് ബന്ധിച്ച ആ താഴിനെ ലക്ഷ്യമാക്കി കയ്യിലെ തട്ടവുമായ അനിരുദ്ധ വല്യംപൂരി വേഗത്തിൽ നടന്നു. ചാത്തിന്റെ പാത്തിന് കീഴിൽ പൂജിച്ച ചുമന്ന പെട്ടിനാൽ ചുറ്റിയ താഴും അതിന്റെ വരിഞ്ഞു മുറിക്കിയ മന്ത്രചരടുകളും ശശിധരൻ നായരും ഭാർഗവൻ നായരും ശ്വാസം അടക്കി പിടിച്ച് കാഴ്ചക്കാരെ പോലെ ദൂരെയായി മാറി നിന്നു. എല്ലാ കൊല്ലവും കാണാറുള്ളത് തന്നെയാണ്, എല്ലായ്പ്പോഴും ഭയവും തന്നെയാണ്. ഒരു പിടി സിന്ദൂരം മുഷ്ടിയിൽ വാരി പിടിച്ച് നെഞ്ചത്തേക്ക് വെച്ച് കണ്ണുകളടച്ച് വല്യംപൂരി മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അതുപോലെ 3 വട്ടം ആവർത്തിച്ചു. ഓരോ തവണയും അയാൾ അത് താഴിലേക്ക് എറിഞ്ഞു. കൈകൾ നീട്ടി ചരടുകളുടെ കെട്ടുപൊട്ടിച്ചു. ചുവന്ന പട്ട് ഒരു വലിക്ക് കീറിയെടുത്തു. വലിയ താഴിലേക്ക് പൂജിച്ച താക്കോൽ കടത്തി പൂട്ടു തുറന്നു. ഒരു കാറ്റുപോലും വീശുന്നില്ല. വലതുകാലിന്റെ തള്ളുവിരൽ കൊണ്ട് പതിയെ വാതിലേക്കൊന്ന് ചവിട്ടി അനിരുദ്ധൻ നമ്പൂതിരി. ഇരുപാളി വാതിൽ വികൃതമായ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ഒപ്പം മുകളിലെ കട്ടിലിൽ നിന്ന് കുറെ പൊടിയ നിലത്തേക്ക് വീണു. വാതിൽ തുറക്കപ്പെട്ടപ്പോൾ വലിഞ്ഞു പൊട്ടിയ മാറാല വാതിലിന് ഇരുവശങ്ങളിലായി തൂങ്ങിക്കിടന്നു. അകത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇരുട്ടിന്റെ ഭീകരത നിറഞ്ഞു നിന്നിരുന്നു. പക്ഷെ വലതുവശത്തു നിന്ന് ഒരു നേരിയ വെളിച്ചം ഇടനാഴിയിൽ എവിടെയോ പതിക്കുന്നു. തറവാട്ടുകുളത്തിൽ പതിക്കുന്ന പകൽ വെളിച്ചത്തിന്റെ നേർത്ത ചീളുകൾ പൊട്ടിപ്പൊളിഞ്ഞ ജനാല വഴി പതിക്കുന്നതാണത്. എങ്ങും നിശബ്ദത. ഒരു വേള അപ്പോഴുള്ള നിശബ്ദതക്ക് പോലും ഒരു ഭീകരത നിറഞ്ഞു നിൽക്കുന്നതായി ശശിധരന് തോന്നി. അരമുറയിട്ടിരുന്ന എന്തോ പെട്ടെന്ന് നിശബ്ദമായി കാതുകൂർപ്പിക്കുന്ന പോലെ, തങ്ങളുടെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുന്ന പോലെ. അത്രമേൽ നിശബ്ദം. ഇടനാഴിയിലെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇനി പൂജ കഴിയും വരെ അതടക്കില്ല. മന്ത്രചരടുകൾ കിട്ടിയ മറ്റു മുറികളൊന്നും തന്നെ തുറക്കാറില്ല. കുളവും പരിസരവും ഇടനാഴികളൊക്കെ വൃത്തിയാക്കും. 3 ദിവസത്തെ പൂജ നടത്തി. മുറികളുടെ താഴിൽ കെട്ടിയിരിക്കുന്ന രക്ഷയുടെ മേൽ വീണ്ടും പുതിയ രക്ഷകൾ കെട്ടി ബന്ധനം ഉറപ്പിക്കും. കുളപ്പടവുകളിലേക്ക് തുറക്കുന്ന വാതിൽ തുറന്നു. ആ ശബ്ദം കേട്ടിട്ടാണ് കഴുക്കോലുകളിൽ തൂങ്ങിക്കിടന്ന കടവാവലുകൾ ശബ്ദിച്ചുകൊണ്ട് പല വഴിക്കും ചിന്നിച്ചിതറി പറന്നുയർന്നത്. ചിലതൊക്കെ ഇടനാഴിലൂടെ ഇരുട്ടിലേക്ക് ഒളിച്ചുവെങ്കിൽ ചിലതൊക്കെ കുളത്തിന് മുകളിൽ കാണുന്ന കാർമേഘത്താൽ മൂടപ്പെട്ട ആകാശത്തേക്കും പറന്നുയർന്നു. കുളത്തിന് ചുറ്റുമുള്ള മേൽക്കൂരയുടെ കഴുക്കോലുകളിൽ പൂജിച്ച രക്ഷാപ്പുഴയ്ക്കും കെട്ടിക്കഴിഞ്ഞിരുന്നു. ചുറ്റിലും പടവുകളുള്ള വിശാലമായ വലിയ കുളം. കുളത്തിന്റെ അങ്ങേതലക്കിൽ ആരും ഇതുവരെ നീന്തി പോയിട്ടില്ല. ആഴങ്ങളുടെ ആകർഷണതയിലേക്ക് അറിഞ്ഞുകൊണ്ട് ആരാണ് ഇറങ്ങി ചെല്ലുക? പോയവർ പിന്നെ തിരികെ വന്നിട്ടുമില്ല. അവസാന പടവിൽ നിന്ന് കുളത്തിന്റെ മധ്യഭാഗം വരെ നടക്കാനായി ഒരു പാത നീണ്ടുപോയിട്ടുണ്ട്. അതിന് ഇരുവശങ്ങളിൽ നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. താമരവളികൾ കൊണ്ട് ചതിക്കുഴി തീർത്ത ആഴങ്ങൾ മനോഹരമായ താമരപ്പൂ കാട്ടി മാടി വിളിക്കും. അപ്പോൾ ആ കുളത്തിനൊരു വശ്യസുന്ദരിയുടെ ആലസ്യ ഭാവമായിരിക്കും.
മായാവലയത്തിൽപ്പെട്ട് സൗന്ദര്യം തേടിയിറങ്ങിയാൽ 100 കൈകൾ നീട്ടി താമരവള്ളികൾ നമ്മളെ ആലിംഗനം ചെയ്യും. കുളത്തിലെ വെള്ളത്തിന് കറുപ്പുരാശി പടരും. തുള്ളിത്തുളുമ്പിയ ഓളങ്ങൾ പിന്നീട് താണ്ഡവമാടും. ഉയിർ വേർപ്പെട്ട ഉടൽ വീണ്ടും ഓളങ്ങളിൽ ഉയർന്നു വന്നു. പ്രാണനാഴങ്ങൾ തേടി യാത്രയാവും. അവസാനം അടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളും, അടുത്തവന്റെ വരവും കാത്ത്. എന്തൊരു അന്ധവിശ്വാസമല്ലേ! പണ്ട് മുതലേ ദുർമരണപ്പെട്ടവർ ആത്മാക്കളായി വിഹരിച്ചിരുന്നു എന്നും അവരുടെ ആത്മാക്കളെ ബന്ധിച്ച മുറികളാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ തറവാട്ടിൽ ഇപ്പോൾ താമസിക്കുന്നവർക്ക്. താനും തന്റെ കുടുംബവും തറവാട്ടിൽ കയറിയിറങ്ങും വരെ ആ വിശ്വാസങ്ങളെ തച്ചുടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാം വിറ്റുതുറക്കാൻ മുതിരുന്നത്. തറവാടിന്റെ വിൽപ്പന കഴിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റുന്നവർക്ക് എന്ത് നേരിടേണ്ടി വന്നാലും പിന്നീട് തങ്ങളെ അത് ബാധിക്കില്ല. അത് അവരുടെ ദുർവിധി. കൽപ്പന പറയും പോലെ പട്ടണത്തിൽ പോയി താമസിക്കണം, ഇതായിരുന്നു ശശിധരന്റെ മനസ്സിൽ. തുളസി അടുക്കളയിൽ പതുങ്ങിയിരുന്നു. കഴുത്തിലെ ഏലസിലായി പിടിമുറിക്കവർ. ഭദ്രമുകളിയുടെ നാളിൽ പുറത്തേക്ക് നോക്കി നിർവികാരയായി നിന്നു. ദൂരെയായി കാണുന്ന സർപ്പക്കാവിനപ്പുറം ആ പാലമരത്തിൽ നിറയെ പൂക്കൾ പൂത്തു നിൽക്കുന്നു. മഴ തോർന്ന അന്തരീക്ഷത്തിൽ നനുത്ത മഞ്ഞുകണങ്ങൾ മായാമറ സൃഷ്ടിച്ചു. പാലമരച്ചോട്ടിൽ ചെറുപുഞ്ചിരിയോട് അവൻ തന്നെ മാടി വിളിക്കുന്നുവോ? തനിക്കായി ചെറു ചുംബനങ്ങൾ കാറ്റിൽ പറത്തുന്നുവോ? ഇപ്പോൾ അവൻ സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കാമോ? ഭദ്രയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അവർ പോലും അറിയാതെ ഒഴുകിക്കൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.